എല്ലാവർക്കും നമസ്തേ. KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ 4 ദിവസം മുൻപുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ളത്. ആ പോസ്റ്റ് പൂർണ്ണമായിട്ട് ഞാൻ വായിക്കുന്നില്ല, എങ്കിലും അതിനകത്തിലെ അയാൾ എഴുതിയ പോസ്റ്റിലെ 2-3 വരികൾ ഞാൻ ഒന്ന് പറയുകയാണ്. ഇങ്ങനെയാണ് ആ വരികൾ: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെട്ടിപ്പടുത്ത ഇന്ത്യ എന്ന മഹാരാജ്യത്തിലാണ് നിങ്ങളൊക്കെ കാലുകുത്തി നിൽക്കുന്നത്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യദ്രോഹിയുടെ പേര് ഒരു പട്ടിക്കൂടിന് പോലും ഇടാൻ അവസാനത്തെ കോൺഗ്രസ്സുകാരൻ ജീവിക്കുന്നത് വരെയും ഇവിടെ സമ്മതിക്കില്ല. അത് ആ നീണ്ട പോസ്റ്റിലെ 1-2 വരികളാണ്. അയാൾ ഈ പോസ്റ്റ് ഇടാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അവിടെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ നൈപുണ്യ വികസനത്തിനായിട്ട് ഒരു കേന്ദ്രം തുടങ്ങാൻ പദ്ധതിയിട്ടു. ആ കേന്ദ്രത്തിന് RSSന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവർജിയുടെ പേരിടാനും നഗരസഭ ഭരണസമിതി തീരുമാനിച്ചു. ഇതിനെതിരെയുള്ള സമരത്തോടനുബന്ധിച്ചാണ് സുധാകരന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്തിലെ ഈ വരികൾ. അതായത് അവിടുത്തെ ഒരു MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു, അടൂരുകാരനാണ്. MLAയുടെ നേതൃത്വത്തിൽ വളരെ ഹീനമായ രീതിയിലുള്ള സമരമാണ് അവിടെ നടന്നത്. അതേപോലെ തന്നെ CPM-ഉം DYFIയുടെ നേതൃത്വത്തിലും ഈ ഡോക്ടർ ജി ഈ രാജ്യത്തിന് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. എന്നിട്ടും അദ്ദേഹത്തിന്റെ കോലം ഇവന്മാർ കൊണ്ടിട്ട് കത്തിച്ചു. RSS എന്ന മഹാപ്രസ്ഥാനം സ്ഥാപിച്ച അദ്ദേഹം ഒരിക്കൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പോലും ഒന്നും സ്ഥാപിച്ചിട്ടില്ലാത്ത ഒരാളാണ് അദ്ദേഹം. സംഘസ്ഥാനങ്ങളിൽ പോലും ഗുരുവായി ഭഗവത്ധ്വജത്തിനെയാണ് അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചത് ശാഖ നടക്കുന്ന സമയങ്ങളിൽ. അല്ലാതെ എൻ്റെ ചിത്രം വെച്ച് വേണം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു മഹാപുരുഷന്റെ ചിത്രത്തെയും പേരിനെയുമാണ് ഇവന്മാരെല്ലാം അപമാനിച്ചത്. അത് പോട്ടെ. ഇപ്പോൾ എനിക്ക് ഈ സുധാകരനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അയാള് ഈ സംഘസ്ഥാപകനെ രാജ്യദ്രോഹി എന്നാണ് വിളിച്ചത്. അങ്ങനെയുള്ള രാജ്യദ്രോഹിയുടെ പേര് ഒരു പട്ടിക്കൂടിന് പോലും ഇടാൻ കോൺഗ്രസ്സുകാർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അവസാനത്തെ കോൺഗ്രസ്സുകാരൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ശരിയായിട്ട് പറഞ്ഞാൽ ഈ രാജ്യദ്രോഹി ആണ് എന്നുള്ളതിനെ കുറിച്ച് സുധാകരനോട് എനിക്ക് ചില സംശയങ്ങൾ തീർക്കാനുണ്ട്. രാജ്യദ്രോഹി ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ എനിക്ക് അയാളോട് ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾക്ക് അയാളോ അല്ലെങ്കിൽ വേറെ 1-2 പേരുണ്ട് ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു വിദ്വാൻ, VD സതീശൻ, ഇവന്മാരോടൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനോട് പ്രത്യേകിച്ച് ചോദിച്ചിട്ട് കഥയില്ല. കാരണം അയാള് ഒരു അമുൽ ബേബിയെ കാട്ടി കഷ്ടമാണ്. നമ്മുടെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെ ഇരിക്കുമ്പോൾ കോൺഗ്രസിനെ ഭരിക്കുന്ന ഒരു അമുൽ ബേബി ഉണ്ട്, അതായത് രാഹുൽ ഗാന്ധി. അതിനെക്കാട്ടി കഷ്ടമാണ്. പിന്നൊരു കാര്യമുണ്ട്, രണ്ടിൻ്റെയും പേര് രാഹുൽ എന്നാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ മാങ്കൂട്ടത്തിൻ്റെ അവനും ഒരു പപ്പു മോനാണ്.
നമ്മുടെ രാഹുൽ ഗാന്ധിയെ പപ്പു 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 മോനെ പപ്പു മോൻ എന്നൊക്കെ വിളിക്കുന്നത് പോലെ തന്നെ അതേ ഒരു പോലുള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് അയാളോട് ചോദിച്ചുകൊണ്ട് കഥയില്ല. ഈ വിദ്വാന്മാരൊക്കെ ഒന്ന് മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം, ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യം, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഇന്ത്യ സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതിനു മുമ്പില്ലാതിരുന്ന ഒരു രാജ്യം കൂടെ പിറന്നിരുന്നു, അതായത് പാകിസ്ഥാൻ. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഇല്ലായിരുന്നു. സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടു കൂടിയാണ് പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം ഉണ്ടായത്. ഈ പാകിസ്ഥാൻ ഉണ്ടായത് എങ്ങനെയാണ്? ഈ മഹാത്മാഗാന്ധി, നെഹ്റു തുടങ്ങിയവരുടെ അനുമതിയോടെ കൂടിയാണ് ഈ ഇന്ത്യയെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. ആദ്യമൊക്കെ മഹാത്മാഗാന്ധി പറഞ്ഞു, ഇന്ത്യയെ വിഭജിക്കുകയാണെങ്കിൽ അതെൻ്റെ ശരീരത്തിൽ കൂടിയായിരിക്കും, അതിനെ ഞാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി. എന്നിട്ട് എന്തേ മഹാത്മാഗാന്ധി അനുവദിച്ചു? എന്തിനനുവദിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാം. മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യ സമര നേതാവ്, ആ ജിന്നയാണ് പാകിസ്ഥാൻ വാദമായിട്ട് മുന്നോട്ട് വന്നത്. നേരത്തെ ഈ ജിന്ന എന്ന് പറയുന്ന ആ വ്യക്തി ഒരു തികഞ്ഞ ദേശീയവാദി ആയിരുന്നു. ജയ് ഹിന്ദ് എന്ന് വിളിച്ച് നടന്നിരുന്ന ആൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിനെ പാകിസ്ഥാൻ വാദത്തിലേക്ക് തള്ളിയിട്ടത് ഗാന്ധിജിയും നെഹ്റുവും കൂടിയാണ്. നെഹ്റുവിൻ്റെ ആ അധികാരമോഹം, ഇന്ത്യയെ ഭരിക്കാൻ നെഹ്റുവെ ജനിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ഉള്ള നെഹ്റുവിൻ്റെ ആ മോഹം, അതാണ് ശരിയായിട്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ചത്. ജിന്നയെ പോലുള്ള അന്നത്തെ ദേശീയവാദികളെയൊക്കെ നെഹ്റുവും മഹാത്മാഗാന്ധിയും വളരെ മോശമായിട്ട് പരിഗണിച്ചതാണ് പാകിസ്ഥാൻ വാദത്തിലേക്ക് തിരിയാൻ കാരണം. ഇത് എൻ്റെ അഭിപ്രായമല്ല. നമുക്ക് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇവിടെ ലഭിക്കും. അത് മേടിച്ച് വായിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പുസ്തകം കോൺഗ്രസ് ഇന്ത്യയിൽ നിരോധിച്ചിരുന്ന പുസ്തകമാണ്. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അന്നത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മനസ്സിലാക്കരുത് എന്നുള്ള ഒരു ചിന്തയിൽ ഇന്ത്യയിൽ നിരോധിച്ചിരുന്ന പുസ്തകമാണിത്. ആ നിരോധനം നീക്കിയത് നമ്മുടെ ഭാരതത്തിൽ ജനതാ പാർട്ടി, BJP, അന്നത്തെ ഭാരതീയ ജനസംഘം ഉൾപ്പെടുന്ന ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ പുസ്തകത്തിനുള്ള നിരോധനം നീക്കിയത്. ആ ഒരു പുസ്തകം നിങ്ങൾ മേടിച്ച് വായിക്കുക. അതവിടെ നിൽക്കട്ടെ, അതിനകത്ത് വിശദമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാകണം, ജിന്നയെ ഈ ഭരണത്തിൽ അടുപ്പിക്കരുത്, ഈ ഒരു ഉദ്ദേശത്തിലാണ് നെഹ്റുവിൻ്റെ നീക്കങ്ങളെല്ലാം മുന്നോട്ട് പോയത്. അതിന് ഗാന്ധിജിയും കൂട്ടുനിന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ വിഭജിക്കുവാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ കൂടിയേ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ഞാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഇന്ത്യയെ വെട്ടിമുറിച്ചിട്ടും ഗാന്ധിജിക്കൊന്നും പറ്റിയില്ല. ഗാന്ധിജി അന്നേരവും പുള്ളി പറഞ്ഞ വാക്കുകൾ വിഴുങ്ങിക്കൊണ്ട് അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടായിരുന്നു, സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആ ഒരു ആചാര്യനുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് നമ്മുടെ കെ. സുധാകരൻ. അപ്പോൾ സുധാകരനോട് ആദ്യത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധി ഈ രാജ്യത്തെ വിഭജനത്തിനെ അനുകൂലിച്ചത് കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിക്കുമോ? ഒരു ചോദ്യം അതാണ്. ഇനി അടുത്തത്, നമുക്കെല്ലാം അറിയാം, അവസാനത്തെ വൈസ്രോയി ആയിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു എഡ്വിന മൗണ്ട് ബാറ്റൻ. ഈ മൗണ്ട് ബാറ്റൻ പ്രഭു
ഇന്ത്യ വിഭജനത്തിന് പെട്ടെന്ന് വേഗം കൂട്ടാൻ വേണ്ടി ഒരു എതിർപ്പും പറയാതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സ്ത്രീയാണ് അയാളുടെ ഭാര്യ എഡ്വിന. അയാളുടെ ഭാര്യയെ നെഹ്റുവിൻ്റെ പക്ഷത്തേക്ക് അയക്കുകയും ഇവർ തമ്മിൽ അവിഹിതമായിട്ടുള്ള ബന്ധം ആരംഭിക്കുകയും ചെയ്തു, തുടരുകയും ചെയ്തു. ഈ ബന്ധത്തിൻ്റെ ബലത്തിൽ, ആ ബന്ധത്തിൻ്റെ എന്തോ നമ്മളതിന് പറയുന്നത്, ആ ബന്ധത്തെ മുതലെടുത്തുകൊണ്ട് മൗണ്ട് ബാറ്റൻ നെഹ്റുവിൻ്റെ മേൽ ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് 2 രാഷ്ട്രങ്ങളാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തി. ഈ നമ്മൾ പറയുമല്ലോ, ഈ ചില ആൾക്കാർ കാമാസക്തരായിട്ടുള്ള പുരുഷന്മാർ എന്തും ദുഷ്കൃത്യം ചെയ്യാൻ തയ്യാറാകും എന്നുള്ള കാര്യം ഇത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. ഈ വളരെ മോശമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഈ നെഹ്റു എഡ്വിനയുടെ ആ ഇതിൽ വീണ് ഇന്ത്യ വിഭജനത്തിന് സമ്മതിച്ചു. അപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് എന്താണ്? ഒരു തുണ്ട്, ഇന്ത്യ എന്നുള്ള പേരിൽ ഒരു തുണ്ട് നിലനിൽക്കുന്നതിൻ്റെ പ്രധാനമന്ത്രിയാകാം എനിക്ക്, അങ്ങനെ ഇന്ത്യ എനിക്ക് ഭരിക്കാം, എൻ്റെ കുടുംബത്തിന് ഭരിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ അയാൾക്ക് ഈ രാജ്യത്തെ ഒന്നായിട്ട് നിർത്തണം എന്നൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. അതുകൊണ്ട് അയാൾ അതിനെ അനുകൂലിച്ചു. അതിനുശേഷം നമുക്ക് ഇവിടെ ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് സ്ഥിരാംഗത്വം കിട്ടുന്നതിന് വേണ്ടി ഒരു അവസരം ഉണ്ടായി. എല്ലാ അംഗരാജ്യങ്ങളും ഇന്ത്യക്ക് സ്ഥിരാംഗത്വം കൊടുക്കണമെന്ന് നൽകാൻ തയ്യാറായിരുന്നു. പക്ഷേ ഈ നെഹ്റു എന്ന് പറയുന്ന വിദ്വാൻ എന്താണ് കാണിച്ചത്? നമുക്കതിന് വേണ്ട. അന്ന് അയാള് ചൈനയെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇന്ത്യ ചീനി ഭായി എന്നായിരുന്നു അയാൾ പറയുന്നത്. ഇന്ത്യയും ചൈനയും സഹോദരങ്ങളാണെന്നും പറഞ്ഞു, സഹോദരന്മാരാണെന്നും പറഞ്ഞായിരുന്നു അയാൾ പൊക്കിക്കൊണ്ടാണത്. അതുകൊണ്ട് ഇന്ത്യക്ക് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം വേണ്ട, അത് എൻ്റെ ഭായിയായിട്ടുള്ള, എൻ്റെ സഹോദരനായിട്ടുള്ള ചൈനയ്ക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന് കിട്ടിയ ആ ഒരു സ്ഥിരാംഗത്വം വേണ്ടാന്ന് വെച്ച് ചൈനയ്ക്ക് കൊടുത്തു. ഇന്ന് ചൈന നമ്മളോട് കാണിക്കുന്ന എന്താണ്? മറ്റ് രാജ്യങ്ങളെല്ലാം പറയുന്നു ഇന്ത്യക്ക് സ്ഥിരാംഗത്വം കൊടുക്കണമെന്ന് പറയുമ്പോൾ മുന്നിൽ നിന്ന് എതിർക്കുന്ന രാജ്യം ചൈനയാണ്. ഒന്നത്. പിന്നെ ഈ ചൈന 62 ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്ത് നമ്മുടെ അക്സായി ചിൻ ഉൾപ്പെടെയുള്ള നമ്മുടെ കുറേയേറെ സ്ഥലങ്ങൾ അവരങ്ങ് പിടിച്ചെടുത്തു. എല്ലാവർക്കും അറിയാമല്ലോ, അത് പിടിച്ചെടുത്തു. അപ്പം ഇങ്ങനെ ഇന്ത്യയെ ദ്രോഹിച്ച് ആളാണ് നെഹ്റു. ഇതിലൊക്കെ ഉപരി വേറൊരു കാര്യമുണ്ട്. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തന്നെ കാശ്മീർ നമ്മുടെ രാജ്യത്തോട് ചേർന്നു. ആദ്യം അവര് സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പാകിസ്ഥാൻ അവരെ ആക്രമിച്ചപ്പോൾ അവര് ഇന്ത്യയിൽ ചേർന്നു. അപ്പോൾ അവർ നല്ലൊരു ശതമാനം, ഏകദേശം ഒരു 3/4 പങ്കോളം കാശ്മീരിന്റെ പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു. ഇന്ത്യൻ പട്ടാളം ഇറങ്ങി, നമ്മുടെ രാജ്യത്തോട് ചേർന്നതോടുകൂടി ഇന്ത്യൻ പട്ടാളം ഇറങ്ങി യുദ്ധം ചെയ്തു. 2/3 ഭാഗത്തു നിന്നും പാകിസ്ഥാൻ പട്ടാളക്കാരെ തുരത്തി. പൂർണ്ണമായിട്ട് നമ്മുടെ പട്ടാളം അത്ര ശക്തമായിരുന്നു, പൂർണ്ണമായിട്ടും അവരെ തുരത്താവുന്നതേ ഉള്ളായിരുന്നു. പക്ഷെ പെട്ടെന്ന് നെഹ്റു എന്തുവാണ് കാണിച്ചത്? പാകിസ്ഥാനെ പട്ടാളത്തിനെ കാശ്മീരിന്റെ മണ്ണിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ഇന്ത്യൻ സൈന്യം സജ്ജമായി അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നെഹ്റു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അന്നേരം കാശ്മീരിന്റെ 1/3 ഭാഗം പാകിസ്ഥാന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മുടെ പട്ടാളം എതിർത്തിട്ടും നെഹ്റു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതോടുകൂടി
കാശ്മീർ വിഭജിക്കപ്പെട്ടു. മൂന്നിലൊരു ഭാഗം പാകിസ്ഥാന്റെ കയ്യിലായി. പിൽക്കാലത്ത് അതിൻ്റെ കുറെ ഭാഗങ്ങൾ പാകിസ്ഥാൻ ചൈനയ്ക്ക് സമ്മാനിച്ചു. അത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഈ ഇന്ത്യയെ നശിപ്പിക്കാൻ കൂട്ടുനിന്ന് കാശ്മീരിന്റെ പൂർണ്ണമായിട്ട് സ്വതന്ത്രമാക്കാൻ ഇന്ത്യൻ പട്ടാളത്തിനെ അനുവദിക്കാതിരുന്ന നെഹ്റു, അതാണ് അയാള് ഇന്ത്യയോട് ചെയ്ത രണ്ടാമത്തെ തെറ്റ്. ആദ്യത്തെ തെറ്റ് ഇന്ത്യയെ വിഭജിക്കാൻ തന്റെ കുടുംബത്തിനും അധികാരത്തിൽ തുടരുന്നതിനായി ഇന്ത്യയെ വിഭജിച്ചതാണ് ആദ്യത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ് ഈ കാശ്മീർ സംഭവം. മൂന്നാമത്തെ തെറ്റാണ് ചൈനയെ സഹോദരൻ എന്ന് പറഞ്ഞ് നടന്ന് നമുക്ക് കിട്ടേണ്ട ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗത്വം നിഷേധിച്ചത്. ഇങ്ങനെയുള്ള നെഹ്റുവിനെ സുധാകര താൻ എന്തു വിളിക്കും? രാജ്യദ്രോഹി എന്ന് വിളിക്കുമോ രാജ്യസ്നേഹി എന്ന് വിളിക്കുമോ? ഇത്രയും ഒക്കെ ചോദിച്ച സ്ഥിതിക്ക് ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരത്തില് മഹാത്മാഗാന്ധി പ്രധാന നിമിത്തമായിരുന്നു. അല്ലാതെ ഗാന്ധിജിയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഗാന്ധിജിയുടെ സമരം കൊണ്ടാണ് പൂർണ്ണമായിട്ടും അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ തന്നെയല്ല, എന്നെപ്പോലെ നിരവധി പേർ, കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടി സ്വജീവൻ ബലി അർപ്പിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. ഒന്നും കൂസാതെ ഇവരുടെ തോക്കിന് മുന്നിൽ, ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുന്നിൽ നെഞ്ചു വിരിച്ച് നിന്നവരായിരുന്നു ഒരുപാട് പേരുണ്ട്. അത് ചുരുക്കം ചിലരുടെ പേരുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മംഗൾ പാണ്ഡെ, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, ഭഗത് സിംഗ്, ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ടായിരുന്നു. നമുക്കറിയാം ഒരുപാട് പേരുകൾ. ഛത്രപതി ശിവജി, ഝാൻസി റാണി, നമ്മുടെ ഇവിടെ പഴശ്ശിരാജ ഉൾപ്പെടെ നിരവധി പേരുണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഞാൻ ഇവരുടെ പേരുകളെ പറഞ്ഞുള്ളൂ എന്നേ ഉള്ളൂ. ഈ രാജ്ഗുരുവിനെയൊക്കെ ബ്രിട്ടീഷുകാർ പിടിക്കാൻ കാരണമാരാണ്? അവരെ തൂക്കിക്കൊല്ലാൻ കാരണമാരാണ്? സത്യത്തിൽ അത് ഗാന്ധിജിയുടെ നിലപാടുകൾ തന്നെയാണ്. ഗാന്ധിജി വിചാരിച്ചിരുന്നുവെങ്കിൽ രാജ്ഗുരുവിനെ, ഭഗത് സിംഗിനെ ഒക്കെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്താമായിരുന്നു. അദ്ദേഹം അതിന് തയ്യാറായില്ല. കാരണം അവർ ആയുധമെടുത്ത് പോരാടുന്നു എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. ഈ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഗാന്ധിജിയുടെ നോമിനിയെ തോൽപ്പിച്ച് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായ കാര്യം സുധാകര തനിക്കറിയാമോ? അങ്ങനെയുള്ള ആ പ്രസിഡന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഗാന്ധിജി തന്നെ രാജിവെപ്പിച്ചതിനെ കുറിച്ച് തനിക്കറിയാമോ സുധാകര? അതവിടെ നിൽക്കട്ടെ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നൂറ്റാണ്ടുകൾ കൊണ്ടേ നമ്മുടെ ചരിത്രാതീത കാലം തൊട്ടേ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തെ ഈ മഹാത്മാഗാന്ധി വിളിച്ചിരുന്നത് ഭാരതാംബ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് ഭാരതം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്, സ്വന്തം അമ്മയ്ക്ക് തുല്യമായിട്ടായിരുന്നു ഗാന്ധിജി കരുതിയിരുന്നത്. ആ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്ന നിങ്ങളാണ്. ഗാന്ധിജിയല്ല ഞാൻ രാഷ്ട്രപിതാവാണെന്ന് പ്രഖ്യാപിച്ചില്ല. ആ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രധാന പങ്ക് വഹിച്ച ഇന്ത്യയെ രാഷ്ട്രപിതാവ്, അതായത് ഗാന്ധിജിക്കും അവരുടെ തലമുറകൾക്ക്, ഒരുപാട് തലമുറകൾക്ക് മുമ്പ് ചരിത്രാതീത കാലം തൊട്ട് നിലനിന്നിരുന്ന ഒരു രാജ്യത്തിന് അടുത്ത സമയത്ത് ഇന്ത്യയുടെ ഒരു പുത്രനായിട്ട് ജനിച്ച സ്വന്തം അമ്മയായിട്ട് ഈ രാജ്യത്തെ കരുതിയിരുന്ന ഒരാളിനെ രാഷ്ട്രപിതാവ്, അതായത് രാഷ്ട്രത്തിന്റെ അച്ഛ എന്ന് വിളിക്കുന്ന കോൺഗ്രസ്സുകാരുടെ മാന്യത എന്താണ്? അദ്ദേഹത്തിനെ നമുക്ക് രാഷ്ട്രശില്പി എന്ന് വിളിക്കാം, ആധുനിക രാഷ്ട്രശില്പി എന്ന് വിളിക്കാം. പാകിസ്ഥാനെ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിട്ടുമുറിച്ചുണ്ടായ രാജ്യമായതുകൊണ്ട് അതിന് ഒരു രാഷ്ട്രപിതാവാണ്. ജിന്നെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത്, ഒരു പുതിയ രാഷ്ട്രപിതാവിനെ വിളിക്കുന്നതിന് തെറ്റില്ല.
ബംഗ്ലാദേശിലെ മുജീബുർ റഹ്മാനെ വിളിക്കുന്ന തെറ്റില്ല. പാകിസ്ഥാനിൽ നിന്ന് അതിനെ സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം ഉണ്ടാക്കിയ അദ്ദേഹമായതുകൊണ്ട് അദ്ദേഹത്തിനെ വിളിക്കുന്ന തെറ്റില്ല. എന്നാൽ ചരിത്രാതീത ലോകത്തിന്റെ തുടക്കം മുതൽ തന്നെ നിലനിന്ന് വരുന്ന ഒരു രാജ്യത്തിന്റെ പിതാവായിട്ട് ഗാന്ധിജിയെ പ്രഖ്യാപിച്ച ഈ നെഹ്റു ഉൾപ്പെടെയുള്ള വരെ നിങ്ങൾ എന്ത് പേര് വിളിക്കും? രാജ്യസ്നേഹി എന്ന് വിളിക്കോ, രാജ്യദ്രോഹി എന്ന് വിളിക്കോ? അപ്പോൾ യഥാർത്ഥ രാജ്യദ്രോഹി ആരാണ്? അത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത്തായ ഈ സംസ്കാരത്തെ, ഈ രാജ്യത്തിനെ വെട്ടിമുറിച്ച, അതിന് കാരണക്കാരായിട്ടുള്ള, അതിനെ അനുവദിച്ചിട്ടുള്ള ഗാന്ധിജിയെ നെഹ്റുവിനെ നിങ്ങൾ എന്ത് വിളിക്കും? രാജ്യദ്രോഹികളെന്ന് വിളിക്കൂ? ഇതുവരെ വിളിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. ഈ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അത് ചിന്തിച്ച് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതിനിടയ്ക്ക് ഒരു കാര്യം വിട്ടു പോയി പറയാൻ. ഈ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഞാൻ ഏകദേശം 86 മുതൽ ഒരു 10-15 വർഷം ദില്ലിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ചില പോസ്റ്ററുകൾ ഞാൻ കാണുമായിരുന്നു. പോസ്റ്ററുകൾ മാത്രമല്ല, ചുമരെഴുത്തുകളും ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയെ രാഷ്ട്രമാതാവായിട്ട് ഇവര് വാഴ്ത്തി പാടിക്കൊണ്ട് അവിടെ എല്ലാം പോസ്റ്ററുകൾ അടിക്കുമായിരുന്നു. രാഷ്ട്രമാതാ ഇന്ദിരാജി എന്നും പറഞ്ഞു, ഇന്ദിരാഗാന്ധി എന്നും പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചോദ്യം, ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പിതാവ് എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ച് നിങ്ങൾ തന്നെ ഇന്ദിരാഗാന്ധിയെ രാഷ്ട്രമാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതിലുള്ള വൈരുദ്ധ്യം ഒന്ന് പറഞ്ഞെന്നാൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ രാഷ്ട്രപിതാവെന്ന് മഹാത്മാഗാന്ധിയെ വിളിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയെ രാഷ്ട്രമാതാവെന്ന് വിളിക്കാൻ ഉള്ള കാരണം എന്താണെന്നുള്ളതൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സുധാകര തന്നെ പോലൊരു തെരുവ് ഗുണ്ടയ്ക്ക് ഇതേ കഴിയുകയുള്ളൂ. ഈ ഗാന്ധിജി ആരാണ്, നെഹ്റു ആരാണ്, അല്ലെ പട്ടേൽ ആരാണ്, ഡോക്ടർ ഹെഡ്ഗേവർ ആരാണ്, ഗുരുജി ഗോൾവൽക്കർ ആരാണ്, വീർ സവർക്കർ ആരാണ് എന്നൊന്നും തനിക്കറിയത്തില്ല. താൻ തെരുവ് ഗുണ്ടയായിട്ട് നടന്ന സമയത്ത് താൻ കോൺഗ്രസിലെത്തിപ്പെട്ടു. അപ്പോൾ തൻ്റെ ആ സംസ്കാരം താൻ കാണിക്കും. ആ തെരുവുണ്ട എത്ര വലിയ ഒരു ആ ഗുണ്ടായിസം വിട്ടു വന്നാലും പണ്ടത്തെ അവർ പഠിച്ചതേ പാടത്തുള്ളൂ. പിന്നെ നമ്മുടെ മലയാളത്തിൽ പറയാറുണ്ട്, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ സംസാരവും ഇതെല്ലാം ചിട്ടപ്പെടുത്തിയെടുക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നുള്ള കാര്യങ്ങളെ നമുക്ക് കിട്ടത്തുള്ളൂ. താൻ ഇതേപോലൊക്കെ പറയാൻ കാരണം താൻ തൻ്റെ മാതാപിതാക്കളുടെ ഗുണമാണ് താൻ തൻ്റെ കുടുംബത്തിന്റെ ഗുണമാണ് കാണിക്കുന്നത്. ദേശദ്രോഹികളായിട്ടുള്ള തൻ്റെ മാതാപിതാക്കളുടെ മക്കൾക്ക് മറ്റുള്ളവരെ എല്ലാം ദേശദ്രോഹികളായിട്ടേ തോന്നത്തുള്ളൂ. തൻ്റെ അച്ഛനും അമ്മയും ദേശദ്രോഹികളായിരുന്നത് കൊണ്ടാണ് താൻ ഈ രീതിയിലായതും താൻ മറ്റുള്ളവരെ ദേശദ്രോഹി എന്ന് വിളിക്കുന്നതും രാജ്യദ്രോഹി എന്ന് വിളിക്കുന്ന ഡോക്ടർ ജെ രാജ്യദ്രോഹി എന്ന് തനിക്ക് തോന്നുന്നത് തൻ്റെ കുടുംബത്തിൽ നിന്ന് തനിക്ക് നല്ല ശിക്ഷണം കിട്ടാത്തത് കൊണ്ട്, തൻ്റെ കുടുംബത്തിൻ്റെ സംസ്കാരം അതായതുകൊണ്ട്, നല്ല കുടുംബത്തിൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ തനിക്ക് നല്ല കാര്യങ്ങൾ കിട്ടിയതിന് വരും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നിൽ നിന്നും ഒരു മറുപടിയോടെ പ്രതീക്ഷിക്കുന്നു. അതായത് ഈ മഹാത്മാഗാന്ധി, നെഹ്റു, ഇന്ദിരാഗാന്ധി എന്നിവരെ കുറിച്ച്